Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തേർഡ് ലെസൺ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രി. കുംഭമേളയുടെ കാലം. ഗംഗാ സ്നാനത്തിനായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ കൂടിയിരിക്കുന്നു. 3 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട്, ശ്രദ്ധിക്കണേ എല്ലാവരും, ടേക്ക് ടെക്സ്റ്റ് ബുക്ക്. ദിയ എടുത്തില്ലേ മോളെ? ഓക്കെ. കുംഭമേളയുടെ കാലം. ഗംഗാ സ്നാനത്തിനായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ കൂടിയിരിക്കുന്നു. 3 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് രാംദുലാരി ദേവിയും ആ തിരക്കിലുണ്ട്. വമ്പിച്ച തിരക്കിൽപ്പെട്ട് ആ സ്ത്രീ കാലിടറി നിലത്ത് വീണു. കയ്യിലിരുന്ന കുട്ടി തെറിച്ചുപോയി. എവിടെയാണ് കുട്ടി വീണത്? അവർ ചുറ്റുപാടും അന്വേഷിച്ചു. പക്ഷെ ആ തിരക്കിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദുഃഖത്തിലാണ്ട് ആ അമ്മ ഒടുവിൽ പോലീസിൽ പരാതി ബോധിപ്പിച്ചു. ഭാഗ്യമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം രാംദുലാരി ദേവി തന്റെ കുട്ടിയെ കണ്ടെത്തി. അതെ, ഒരാട്ടിടയന്റെ വീട്ടില് കുട്ടിയെ കണ്ടെത്തി. ഓക്കെ. ആട്ടിടയനും ഭാര്യയും അത് വായിച്ചു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഫുള്ള് വായിച്ച് ഒരു കുറച്ച് എടുത്താണ് നമ്മള്. ആട്ടിടയനും ഭാര്യയും തലേന്നാൾ എല്ലാവരെയും പോലെ കുംഭമേളയ്ക്ക് പോയതായിരുന്നു. ഭാര്യയുടെ കയ്യിൽ ഒരു കുട്ടയുണ്ടായിരുന്നു. രാംദുലാരി ദേവി കാലിടറി നിലത്ത് വീണപ്പോൾ കുഞ്ഞ് തെറിച്ചു വീണത് ആ കുട്ടയിലേക്കായിപ്പോയി. രാംദുലാരി ദേവി അക്കാര്യം അറിഞ്ഞില്ല. ആട്ടിടയനും ഭാര്യയും കുട്ടയിൽ കുഞ്ഞിനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. സാക്ഷാൽ ഗംഗാ മഹാദേവ് തങ്ങൾക്ക് സമ്മാനിച്ച കുഞ്ഞായിരിക്കും ഇത് എന്ന് ആലോചിച്ചു കൊണ്ടാണ് അവർ സന്തോഷിച്ചത്. പിറ്റേ ദിവസം പോലീസുകാരോടൊപ്പം രാംദുലാരി ദേവി ആട്ടിടയന്റെ വീട്ടിൽ വന്നു. കുഞ്ഞിനെ കണ്ടു. വീണ്ടെടുത്ത് കൊണ്ടുപോയി. ആ അമ്മയുടെ സന്തോഷം അപ്പോൾ എത്രയായിരിക്കും! ആട്ടിടയനും ഇടയത്തിക്കും ഉണ്ടായ മോഹഭംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ. കുംഭമേളക്കാലത്ത് അങ്ങനെ ഒരു ദരിദ്ര സ്ത്രീയുടെ കയ്യിൽ നിന്നും ആട്ടിടയ സ്ത്രീയുടെ കുട്ടയിലേക്ക് തെറിച്ചു വീണ് പിറ്റേ ദിവസം വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞാണ് പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീർന്ന ലാൽ ബഹദൂർ ശാസ്ത്രി. ദരിദ്രനായി പിറന്നു, ദരിദ്രനായി മരിച്ചു. ഈ ജീവിതത്തിനിടയിൽ അദ്ദേഹം ഉത്തർപ്രദേശിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട്, കേന്ദ്രത്തിൽ റെയിൽവേ മന്ത്രിയായിരുന്നിട്ടുണ്ട്, പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനവും അലങ്കരിച്ചു. പക്ഷേ കേട്ടാൽ ആർക്കും അതിശയം തോന്നും. മരിക്കുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് സ്വന്തമായി ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. ഗാന്ധിജിയെ പോലെ ഉത്തമ ജനസേവകന്റെ ഒരു മാതൃകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ പഠിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ശാശ്വത സമാധാനം ഉണ്ടാക്കുന്നതിനുള്ള ചർച്ചകളെല്ലാം റഷ്യയിലെ താഷ്കന്തിൽ വെച്ച് പൂർത്തിയാക്കിയ ശേഷം തന്റെ ജീവിതത്തിലെ പരമാനന്ദ ഭരിതമായ ഒരു മുഹൂർത്തത്തിലാണ് ശാസ്ത്രി ഹൃദയാഘാതം മൂലം അന്തരിച്ചത്. പിറ്റേ ദിവസം മടങ്ങാൻ ഉദ്ദേശിച്ച അദ്ദേഹം അന്ന് രാത്രി 1:30 മണിക്കാണ് അന്തരിച്ചത്. ഭാരതീയ സംസ്കാരത്തിന്റെ കറകളഞ്ഞ ഒരു ദൃഷ്ടാന്തമായി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഈ മഹാനുഭാവൻ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2-ാം തീയതിയാണ് പിറന്നത്. 1904 ഒക്ടോബർ 2-ാം തീയതി. അച്ഛൻ ശാരദാ പ്രസാദ്, അമ്മ രാംദുലാരി ദേവി. ലാൽ ബഹദൂറിന് 1.5 വയസ്സായപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നീട് 10 വയസ്സാകും വരെ അമ്മയുടെ അച്ഛനായ ഹസാരി ലാലിന്റെ വീട്ടിലാണ് താമസിച്ചത്. അതിനുശേഷം അമ്മാവന്റെ കൂടെ താമസിച്ച് കാശിയിൽ ഹരിശ്ചന്ദ്ര വിദ്യാലയത്തിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തി. പഠിക്കാൻ അത്രക്കൊന്നും മിടുക്കനായിരുന്നില്ലെങ്കിലും സ്വഭാവ വിശേഷം കൊണ്ട് ലാൽ ബഹദൂർ അധ്യാപകരുടെ ഇഷ്ടത്തിന് പാത്രമായി. എല്ലാം അറിയാൻ ആ കുട്ടിക്ക് മോഹമുണ്ടായിരുന്നു. ആകയാൽ കയ്യിൽ കിട്ടിയ പുസ്തകങ്ങളെല്ലാം വായിക്കുക ഒരു പതിവാക്കി മാറ്റി. 1921 ലാൽ ബഹദൂറിന് 16 വയസ്സായി കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ശക്തി ആർജിക്കുന്ന കാലം. ഇതിനിടയിൽ ആ ബാലൻ ഗാന്ധിജിയെയും ബാലഗംഗാധര തിലകനെയും നേരിട്ട് കണ്ട് പരിചയപ്പെട്ടിരുന്നു. അവരുടെയും മറ്റു നേതാക്കന്മാരുടെയും പ്രസംഗങ്ങൾ കേട്ട് അവന്റെ സ്വരാജ്യാഭിമാനം സടകുടഞ്ഞെഴുന്നേറ്റു. ജീവിതം രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ചേർന്ന് അറസ്റ്റ് വരിച്ചു. തന്മൂലം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയായില്ല. എങ്കിലും അറിവ് സമ്പാദിക്കാനുള്ള അതിയായ ആഗ്രഹം അദ്ദേഹത്തെ കാശി വിദ്യാപീഠത്തിൽ ചേരുന്നതിന് പ്രേരിപ്പിച്ചു. തത്വശാസ്ത്രം ഐച്ഛിക വിഷയമായി എടുത്ത് ആ സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹം നേടിയ ബിരുദമാണ് ശാസ്ത്രി എന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പരക്കെ അറിയപ്പെടാൻ തുടങ്ങിയത്. ഒരു ചർക്കയും കുറെ നൂലും മാത്രം സ്ത്രീധനമായി വാങ്ങിച്ചുകൊണ്ട് ശാസ്ത്രി 1927 ലളിതാദേവിയെ വിവാഹം ചെയ്തു.
എന്റെ രാഷ്ട്രീയ ജീവിതം രൂപപ്പെടുത്തിയത് മഹാത്മാഗാന്ധിയുടെ ഉപദേശങ്ങളാണ്. അദ്ദേഹത്തിന്റെ ജീവിതമാർഗം എന്നെ ഒട്ടധികം ആകർഷിച്ചു എന്ന് ശാസ്ത്രി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഉത്തമനായ ഒരു ഗുരുവിന്റെ ഉത്തമനായ ശിഷ്യൻ. തന്റെ അന്ത്യനിമിഷം വരെ ലാൽ ബഹദൂർ ശാസ്ത്രി മഹാത്മജിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുകയും ഒരു ജനസേവകന്റെ മാതൃക സൃഷ്ടിക്കുകയും ചെയ്തു. ശാസ്ത്രി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വസതി ഒരു സത്രം പോലെയാണെന്ന് ചിലർ ആക്ഷേപിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നല്ലേ? കീറിപ്പൊളിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച അവശന്മാരും ആർത്തന്മാരുമായ ദരിദ്ര നാരായണന്മാർ സ്വച്ഛന്തം ആ വസതി വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. തങ്ങളുടെ കഷ്ടപ്പാടുകൾ പ്രധാനമന്ത്രിയെ പറഞ്ഞു കേൾപ്പിക്കാൻ, അവരുടെ പട്ടിണിപ്പാവങ്ങളായ അവരുടെ പരാതികൾ നേരിട്ട് കേൾക്കുവാനും കഴിയുന്നത്ര അവരെ സാന്ത്വനപ്പെടുത്തുവാനുമാണ് ആ മഹാനുഭാവൻ എന്നും ആഗ്രഹിച്ചത്. മനസ്സിലായോ? അപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രിനെ പറ്റിയാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രി ആരായിരുന്നു നമുക്കറിയോ? ആരായിരുന്നു? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് അല്ലേ അൻമരിയ? ആരായിരുന്നു അൻമരിയ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഓക്കെ, നമ്മുടെ ഒരു പ്രധാനമന്ത്രി ആയിരുന്നു. പിന്നെ എന്തൊക്കെയാ നമ്മള് പറഞ്ഞത്? സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രയത്നിച്ച ഗാന്ധിജിയോടൊപ്പം പ്രയത്നിച്ച ഒരു പ്രധാന വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നെയോ ഉത്തർപ്രദേശിലത്തെ മന്ത്രിയായിരുന്നു. ഉത്തർപ്രദേശിലെ മന്ത്രിയായിരുന്നു അതിൽ പറയുന്നുണ്ട്. പിന്നെ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് 7 മൈൽ അകലെയുള്ള മുഗൾ സരായിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. എപ്പോഴായിരുന്നു ജനനം? ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ, 1904 ഒക്ടോബർ 2-ാം തീയതി ആയിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് എന്തായിരുന്നു? ഹസാരിലാൽ എന്നും അമ്മയുടെ പേര് രാംദുലാരി ദേവി എന്നുമാണ് അല്ലെ? പിന്നെയോ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി അല്ലേ? ഓക്കെ. അപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രിനെ പറ്റി പറയുമ്പോൾ ഇതാണ് പറയാനുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. പിന്നെന്താ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിരുന്നു അല്ലെ? സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ച ഗാന്ധിജിയുടെ പാത പിന്തുടർന്ന ഒരു പ്രധാന വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നെയോ കാശി വിദ്യാപീഠത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഡിഗ്രിയാണ് എന്ത്? ശാസ്ത്രി എന്നത്. പിന്നെയോ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് 7 മൈൽ അകലെയുള്ള ഒരു ചെറിയ ഗ്രാമമായ മുഗൾ സരായിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. 1904 ഒക്ടോബർ 2-ാം തീയതി ആയിരുന്നു അദ്ദേഹത്തിന്റെ ജനനം അല്ലെ? ഓക്കെ. അപ്പോ ഇത് ഞാൻ പറഞ്ഞാണ് അല്ലെ ആൻമരിയ? കുറച്ച് 2-3 പാരഗ്രാഫ് നമ്മൾ എടുത്തല്ലേ? അപ്പോ ഇതിലൊന്ന് പ്രത്യേകിച്ച് പറയാനെന്നുള്ള നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. കുംഭമേളയുടെ കാലം ഗംഗാ സ്നാനം. കുംഭമേള എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വിശദീകരിക്കേണ്ട പദങ്ങൾ എന്നതില് കുംഭമേള 12 വർഷത്തിലൊരിക്കൽ പ്രയാഗയിൽ നടത്തുന്ന മഹോത്സവമാണ് എന്ത്? കുംഭമേള അല്ലെ? 12 വർഷത്തിലൊരിക്കൽ പ്രയാഗയിൽ നടത്തുന്ന മഹോത്സവമാണ് കുംഭമേള. പിന്നെന്താ, കുംഭമേളയുടെ കാലത്താണ് അല്ലെ ഗംഗാ സ്നാനം. ഗംഗ അറിയോ? സ്വർഗത്തിനൊഴുകിയിരുന്ന നദിയാണെന്നാണ് വിശ്വാസം. ഭഗീരഥനാണ് ഗംഗയെ ഭൂമിയിലെത്തിച്ചത്. ഗംഗയിൽ കുളിക്കുന്നത് പുണ്യമായി കരുതപ്പെടുന്നു അല്ലെ? പിന്നെ മുഹൂർത്തം എന്ന് പറഞ്ഞ അർത്ഥം ശുഭകരമായ കാര്യങ്ങൾ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന പുണ്യ സമയത്തിനാണ് എന്ത് പറയുക? മുഹൂർത്തം എന്ന് പറയുക. ഓക്കെ. അപ്പോ കുംഭമേളയുടെ കാലം ഗംഗാ സ്നാനത്തിനായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ കൂടിയിരിക്കുന്നു. 3 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് രാംദുലാരി ദേവിയും ആ തിരക്കിലും അല്ലെ? ആ തിരക്കിൽപ്പെട്ടതാണ് ഉള്ളത്. ആ തിരക്കില് രാംദുലാരി ദേവി ഉണ്ട് അല്ലെ? വമ്പിച്ച് തിരക്കിൽപ്പെട്ട ആ സ്ത്രീ കാലിടറി നിലത്ത് വീണു. ഭയങ്കര തിരക്കായിരിക്കും ആ സമയത്ത്. അതുകൊണ്ട് ആ തിരക്കിൽപ്പെട്ട് കാലിടറി രാംദുലാരി ദേവി നിലത്ത് വീണു. കയ്യിലിരുന്ന കുട്ടി തെറിച്ചുപോയി. ആ കുട്ടിയാണ് ആര്? നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി. എവിടെയാണ് കുട്ടി വീണത്? അവർ എത്ര അന്വേഷിച്ചും കിട്ടിയില്ല. തിരക്കായതുകൊണ്ട് കിട്ടിയില്ല. പക്ഷേ ആ തിരക്കിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദുഃഖത്തിലാണ്ട ആ അമ്മ ഒടുവിൽ പോലീസിൽ പരാതി ബോധിപ്പിച്ചു. ഭാഗ്യം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം രാംദുലാരി ദേവി തന്റെ കുട്ടിയെ കണ്ടെത്തി അല്ലെ? എവിടെയായിരുന്നു കണ്ടെത്തിയത്? ഒരാട്ടിടയന്റെ വീട്ടിലായിരുന്നു കണ്ടെത്തിയത്.
അപ്പൊ എന്താ കഥ? അത് ആട്ടിടയനും ഭാര്യയും ഈ ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് കുംഭമേളക്ക് അല്ലെ, ഗംഗാസ്നാനത്തിനായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കയ്യിൽ ഒരു കൊട്ടയുണ്ടായിരുന്നു, ഒരു കുട്ടയുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അതിലേക്ക് തെറിച്ചു വീണതാണ് കുട്ടി. അപ്പോ ആട്ടിടയനും ഭാര്യ എന്ത് വിചാരിച്ചു? ഗംഗാമാതാവ് തങ്ങൾക്ക് സമ്മാനിച്ച കുഞ്ഞായിരിക്കും ഇത് എന്ന് ആലോചിച്ചുകൊണ്ട് അവർ സന്തോഷത്തോടെ അതിനെ ഏറ്റുവാങ്ങിയത് അല്ലേ. പിറ്റേ ദിവസം പോലീസുകാരോടൊപ്പം രാംദുലാരി ദേവി ആട്ടിടയന്റെ വീട്ടിൽ വന്ന് കുഞ്ഞിനെ കണ്ടു വീണ്ടെടുത്ത് കൊണ്ടുപോയി. അവരെ കുട്ടിയാണ് അല്ലെ. അപ്പൊ അതിനെ വീണ്ടെടുത്ത് കൊണ്ടുപോയി. അപ്പൊ ആ അമ്മക്ക്, അതായത് രാംദുലാരി ദേവിക്ക് സന്തോഷം എത്രയാന്ന് പറയുന്ന പോലെ അല്ലെ. നഷ്ടപ്പെട്ട കുട്ടിയെ തിരിച്ചു കിട്ടുമ്പോൾ അവർ നല്ലപോലെ സന്തോഷിച്ചിട്ടുണ്ടാവും. പക്ഷെ അതേസമയം ഈ ആട്ടിടയന്റെ അവരെന്ത് ചെയ്തു? ഭാര്യ സങ്കടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ. പ്രതീക്ഷിക്കാതെ ഒരു കുട്ടിയെ കിട്ടിയ സമയത്ത് അവർക്ക് നല്ലപോലെ സന്തോഷം ഉണ്ടായിരുന്നോ? ആ കുട്ടീനെ കൊണ്ടുപോയ സമയത്ത് അവരുടെ സങ്കടം അതിൽ പറയുന്നുണ്ട് കണ്ടോ. അവരുടെ അതേസമയം ആരാ? ആട്ടിടയനെ ഇടത്തിക്കുണ്ടായ മോഹഭംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ വരുന്നുണ്ട്. അപ്പൊ ആ കുട്ടിയാണ് തിരക്കപ്പെട്ട് നഷ്ടപ്പെട്ടു പോയി തിരിച്ചു കിട്ടിയ കുട്ടിയാണ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഓക്കെ, അപ്പൊ അതുവരെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെന്താ പറയുന്നത്? ദരിദ്രനായി പിറന്നു ദരിദ്രനായി വരും. ദരിദ്രൻ എന്ന് പറഞ്ഞാല് പാവപ്പെട്ടവനോ അല്ലെ. പാവപ്പെട്ടവനായി ജനിച്ചു. പിറന്നു പറഞ്ഞാൽ ജനിച്ചു. ദരിദ്രനായി മരിച്ചു. പിന്നെയോ ജീവിതത്തിനിടയിൽ അദ്ദേഹം ഉത്തർപ്രദേശ് മന്ത്രി ഒക്കെ ആയിട്ടുണ്ട്. മന്ത്രി ആയിട്ടുണ്ട്, കേന്ദ്രത്തിൽ റെയിൽവേ മന്ത്രി ആയിട്ടുണ്ട്. പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനവും അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ ആയിരുന്നെങ്കിലും എല്ലാവർക്കും കേട്ടാ അതിശയം തോന്നും. എന്തുകൊണ്ടാ? എന്നിട്ട് ഇന്നേ വരെ സ്വന്തമായി ഒരു വീട് പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നിട്ടുണ്ട്, ഉത്തർപ്രദേശിലെ മന്ത്രി ആയിരുന്നിട്ടുണ്ട്, കേന്ദ്രത്തിലെ റെയിൽവേ മന്ത്രി. ഇത്രയും ഈ ജോലികളൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിന് സ്വന്തമായി ഒരു വീട് ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം അദ്ദേഹം സ്വരൂപിച്ചു വെക്കുന്ന ആളായിരുന്നില്ല അല്ലെ. അതായിരിക്കാം. അപ്പൊ അതാണ് അതിൽ പറയുന്നത്. പിന്നെന്താ അടുത്തത്? ആഷിക്കെ വീഡിയോ ഓൺ ചെയ്ത മോനെ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പാഠാണ് നമ്മൾ എടുക്കുന്നത്. പാഠം 3 കേട്ടോ ആഷിക്കെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്നാ പറയുന്നത്? ഗാന്ധിജിയെ പോലെ ഉത്തമ ജനസേവകന്റെ ഒരു മാതൃകയായിരുന്നു അദ്ദേഹം അല്ലെ. ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി ഗാന്ധിജിയെ പോലെ, ഗാന്ധിജിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ അല്ലെ, പ്രത്യേകിച്ച് പറയണ്ട. അതുപോലെ ഉത്തമ ജനസേവകന്റെ ഒരു മാതൃകയായിരുന്നു അദ്ദേഹം അല്ലെ. ഗാന്ധിജിയെ പോലെയാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ പഠിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ശാശ്വത സമാധാനം ഉണ്ടാക്കുന്നതിനുള്ള ചർച്ചകളെല്ലാം റഷ്യയിലെ താഷ്കണ്ടിൽ വെച്ച് പൂർത്തിയാക്കിയ ശേഷമാണ് എന്ത് തന്റെ ജീവിതത്തിലെ പരമാനന്ദ ഭരിതമായ ഒരു മുഹൂർത്തത്തിലാണ് ഇതൊക്കെ പരിഹരിച്ച സമയത്താണ് അദ്ദേഹം ഹൃദയാഘാതം വന്ന് മരിക്കുന്നത്. ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹം അന്തരിച്ചത് അല്ലെ. ഓക്കെ, പിറ്റേ ദിവസം മടങ്ങാൻ ഉദ്ദേശിച്ച അദ്ദേഹം അന്ന് രാത്രി 1:30 മണിക്കാണ് അന്തരിച്ചത്. അപ്പോ അദ്ദേഹം ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്ന് മനസ്സിലായി അല്ലെ. പിന്നെന്താ? ഭാരതീയ സംസ്കാരത്തിന്റെ കറകളഞ്ഞൊരു ദൃഷ്ടാന്തമായി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഈ മഹാനുഭാവൻ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2-ാം തീയതിയാണ് പിറന്നത് അല്ലെ. എത്രാം തീയതിയാണ്? 1904 ഒക്ടോബർ 2-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് അല്ലെ. ഒക്കെ അണ്ടർലൈൻ ചെയ്തോ. അച്ഛൻ ആരായിരുന്നു? ശാരദാ പ്രസാദ്. അമ്മ രാംദുലാരി ദേവി. അണ്ടർലൈൻ ചെയ്ത് എല്ലാരും. പിന്നെന്താ പറയുന്നത്? അപ്പോ ലാൽ ബഹദൂറിന്റെ ചെറുപ്പത്തിൽ തന്നെ, അതായത് 1.5 വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചുപോയി അല്ലെ. അപ്പോ പിന്നീട് 10 വയസ്സാകുന്നവരെ എവിടെയായിരുന്നു? അദ്ദേഹത്തിന്റെ അമ്മയുടെ അച്ഛന്റെ കൂടെ ആയിരുന്നു താമസിച്ചത്, വീട്ടിലായിരുന്നു താമസിച്ചത് അല്ലെ. അതിനുശേഷം അമ്മാവന്റെ കൂടെ താമസിച്ച്
കാശിയിൽ ഹരിശ്ചന്ദ്ര വിദ്യാലയത്തിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തി. എവിടെയായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം അദ്ദേഹത്തിന്റെ? കാശിയിൽ ഹരിശ്ചന്ദ്ര വിദ്യാലയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം അല്ലെ. പിന്നെയോ പഠിക്കാൻ അത്രക്കൊന്നും മിടുക്കനല്ലായിരുന്നെങ്കിലും സ്വഭാവവിശേഷം, പഠിക്കാൻ നല്ല മിടുക്കനൊന്നും ആയിരുന്നില്ലെങ്കിലും നല്ല സ്വഭാവവിശേഷം ഉള്ളത് കുട്ടി ആയതുകൊണ്ട് എന്തായി? അധ്യാപകരുടെ ഇഷ്ടത്തിന് അദ്ദേഹം പാത്രമായി അല്ലെ. അധ്യാപകർക്കെല്ലാം അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായിരുന്നു. എന്തുകൊണ്ടാ? നല്ല സ്വഭാവ വിശേഷമുള്ള ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ ഇഷ്ടത്തിന് പാത്രമായി. എല്ലാം അറിയാൻ ആ കുട്ടിക്ക് മോഹമുണ്ടായിരുന്നു. ആകയാൽ കയ്യിൽ കിട്ടിയ പുസ്തകങ്ങളെല്ലാം വായിക്കുക ഒരു പതിവാക്കി മാറ്റി അല്ലെ. അദ്ദേഹം കയ്യിൽ കിട്ടിയ പുസ്തകങ്ങളൊക്കെ വായിച്ചു. അതുകൊണ്ട് എല്ലാം അറിയാനുള്ള മോഹം ഉണ്ടായത് കൊണ്ടാണ് കയ്യിൽ കിട്ടിയ പുസ്തകം എല്ലാം വായിച്ചതെന്ന് പറയുന്നു. 1921 ലാൽ ബഹദൂറിന് 16 വയസ്സായി കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ശക്തി ആർജിക്കുന്ന കാലമായിരുന്നു അത് അല്ലെ. ഇതിനിടയിൽ ആ ബാലൻ ഗാന്ധിജിയെയും ബാലഗംഗാധര തിലകനെയും നേരിട്ട് കണ്ട് പരിചയപ്പെട്ടിരുന്നു. അവരുടെയും മറ്റു നേതാക്കന്മാരുടെയും പ്രസംഗങ്ങൾ കേട്ട് അവന്റെ സ്വരാജ്യാഭിമാനം സടകുടഞ്ഞു എഴുന്നേറ്റു അല്ലെ. ഗാന്ധിജിയുടെയും പിന്നെ ബാലഗംഗാധര തിലകന്റെയും നേരിട്ട് കണ്ട് അവരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ട് ആർക്ക്? ലാൽ ബഹദൂറിന് സ്വരാജ്യാഭിമാനം, രാജ്യത്തിനോടുള്ള സ്നേഹം സടകുടഞ്ഞു എഴുന്നേറ്റു പറഞ്ഞാല് വല്ലാതെ അങ്ങ് ഉയർന്നു അല്ലെ. രാജ്യത്തിനോടുള്ള സ്നേഹം, അഭിമാനം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ജീവിതം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ തീരുമാനിച്ചു. അരെ ഗാന്ധിജിയുടെയും ബാലഗംഗാധര തിലകന്റെയും ഒക്കെ പ്രസംഗങ്ങൾ കേട്ട് രാജ്യത്തോടുള്ള അഭിമാനം വർദ്ധിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ജീവിതം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ചേർന്ന് അറസ്റ്റ് വരിച്ചു അല്ലേ. അപ്പൊ അത്ര പോലെ നിങ്ങൾക്ക് മനസ്സിലായോ? അത് മതി, അധികം എടുത്താല് കുറെ കുട്ടികൾ ലീവാണ്. കുട്ടികൾ എന്തായി 7th സ്റ്റാൻഡേർഡിൽ ഇത്ര കുട്ടികൾ ആബ്സെന്റ് വരുന്നാവോ? അങ്ങനെയൊന്നും ഇപ്പൊ കാണാറേ ഇല്ല. നെറ്റ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ആഷിക്ക് ഇപ്പം വന്നിട്ടുണ്ടായതാണ്, പോയി. ഫെയ്ത്ത് ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലോ. ഫെയ്ത്ത് എത്തിയിട്ടുണ്ട്. ഇന്നെത്തിയാന്ന് തോന്നുന്നു അല്ലെ. കണ്ണൂർ എത്തി, ഇവിടെ എത്തി, വീട്ടിലെത്തി. പറഞ്ഞായിരുന്നു. ഓക്കെ, ഒന്ന് ഷോൺ ഇത് വായിച്ചേ മോനെ ടെക്സ്റ്റ്. എന്താ ചിരി വരുന്നത് നീക്ക്? വായിക്കാൻ പറഞ്ഞപ്പോ ചിരിക്കുമായിരുന്നു. വായിക്കാൻ 1.5 വയസ്സായപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നീട് 10 വയസ്സാകും വരെ അമ്മയുടെ അച്ഛനായ ലാലിന്റെ വീട്ടിലാണ് താമസിച്ചത്. അതിനുശേഷം അമ്മാവന്റെ കൂടെ താമസിച്ച് കാശിയിൽ ഹരിശ്ചന്ദ്ര വിദ്യാലയത്തിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തി. പഠിക്കാൻ അത്രയ്ക്കൊന്നും മിടുക്കില്ലായിരുന്നെങ്കിലും സ്വഭാവ വിശേഷം കൊണ്ട് ലാൽ ബഹദൂർ അധ്യാപകരുടെ ഇഷ്ടത്തിനു പാത്രമായി. എല്ലാം അറിയാൻ ആ കുട്ടിക്ക് മോഹമുണ്ടായിരുന്നു. ആകയാൽ കയ്യിൽ കിട്ടിയ പുസ്തകങ്ങളെല്ലാം വായിക്കുക ഒരു പതിവാക്കി മാറ്റി. 1921 ലാൽ ബഹദൂറിന് 16 വയസ്സായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ മത്സരം നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ശക്തിയാർജിക്കുന്ന കാലം. ഇതിനിടയിൽ ആ ബാലൻ ഗാന്ധിജിയെയും ബാലഗംഗാധര
തിലകനെയും നേരിട്ട് കണ്ട് പരിചയപ്പെട്ടിരുന്നു. അവരുടെയും മറ്റു നേതാക്കന്മാരുടെയും പ്രസംഗങ്ങൾ കേട്ട അവന്റെ സ്വരാഭിമാനം സടകുടഞ്ഞെഴുന്നേറ്റു. ജീവിതം രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ചേർന്ന് അറസ്റ്റ് വരിച്ചു. ഓക്കെ, ദിയ ഒന്ന് വായിച്ചേ മോളെ. ഇത് ആദ്യം മുതല്. ഓക്കെ. പാഠം 3 ലാൽ ബഹദൂർ ശാസ്ത്രി. കുംഭമേളയുടെ ഭാഗസന്നദ്ധനായ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ കൂടിയിരിക്കുന്നു. 3 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് രാംദുലാരി ദേവിയും ആ തിരക്കിലുണ്ട്. വമ്പിച്ച തിരക്കിൽ ആ സ്ത്രീ കാലിറടി നിലത്ത് വീണു. കയ്യിലിരുന്ന കുട്ടി തെറിച്ചു പോയി. എവിടെയാണ് കുട്ടി വീണത്? അവർ ചുറ്റുപാടും അന്വേഷിച്ചു. പക്ഷെ ആ തിരക്കിൽ കുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ദുഃഖത്തിലാണ്ട ആ അമ്മ ഒടുവിൽ പോലീസിൽ പരാതി ബോധിപ്പിച്ചു. ഭാഗ്യമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം രാംദുലാരി ദേവിക്ക് തന്റെ കുട്ടിയെ കണ്ടെത്തി. അതേ ഒരാട്ടിടയന്റെ വീട്ടിൽ. ആട്ടിടയനെയും ഭാര്യയും തലേനാൾ അവരെല്ലാരെയും പോലെ കുംഭമേളയ്ക്ക് പോയതായിരുന്നു. ഭാര്യയുടെ കയ്യിൽ ഒരു കുട്ട ഉണ്ടായിരുന്നു. രാംദുലാരി ദേവി കാലിറടി നിലത്ത് വീണപ്പോൾ കുഞ്ഞ് തെറിച്ച് വീണത് ആ കുട്ടയിലേക്കായി പോയി. രാംദുലാരി ദേവി അക്കാര്യം അറിഞ്ഞതില്ല. ആട്ടിടയനും ഭാര്യയും കുട്ടയിൽ കുഞ്ഞിനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. സാക്ഷാൽ ഗംഗാ മാതാവ് തങ്ങൾക്ക് സമ്മാനിച്ച കുഞ്ഞായിരിക്കും ഇത് എന്നാലോചിച്ചുകൊണ്ട് അവർ സന്തോഷിച്ചത്. പിറ്റേ ദിവസം പോലീസുകാരോടൊപ്പം രാംദുലാരി ദേവി ആട്ടിടയന്റെ വീട്ടിൽ വന്നു. കുഞ്ഞിനെ കണ്ടു, വീണ്ടെടുത്ത് കൊണ്ടുപോയി. ആ അമ്മയുടെ സന്തോഷം അപ്പോൾ എത്രയായിരിക്കും! ആട്ടിടയന്റെയും ഇടയത്തിക്കുമുണ്ടായ മോഹഭംഗം ഒന്നാലോചിച്ചു നോക്കൂ. കുംഭമേള കാലത്ത് അങ്ങനെ ഒരു ദരിദ്ര സ്ത്രീയുടെ കയ്യിൽ നിന്നും ആട്ടിടയ സ്ത്രീയുടെ കുട്ടയിലേക്ക് തെറിച്ചു വീണ പിറ്റേ ദിവസം വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞാണ് പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീർന്ന ലാൽ ബഹദൂർ ശാസ്ത്രി. ദരിദ്രനായി പിറന്നു, ദരിദ്രനായി മരിച്ചു. ഈ ജീവിതത്തിനിടയിൽ അദ്ദേഹം ഉത്തർപ്രദേശിലെ മന്ത്രിയായിരുന്നിട്ടുണ്ട്. കേന്ദ്രത്തിൽ റെയിൽവേ മന്ത്രിയായിരുന്നിട്ടുണ്ട്. പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചു. പക്ഷെ കേട്ടാൽ ആർക്കും അതിശയം തോന്നും. മരിക്കുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് സ്വന്തമായി വീട് പോലും ഉണ്ടായിരുന്നില്ല. ഗാന്ധിജിയെ പോലെ ഉത്തമ ജനസേവകനായ ഒരു മാതൃകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പഠിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ശാശ്വത സമാധാനം ഉണ്ടാക്കാനുള്ളതിനുള്ള ചർച്ചകളും റഷ്യയിലെ താഷ്കെന്റിലെ വെച്ച് പൂർത്തിയാക്കിയ ശേഷം തന്റെ ജീവിതത്തിലേക്ക് പരമാനന്ദഭരിതമായ ഒരു മുഹൂർത്തത്തിലേക്ക് ശാസ്ത്രി ഹൃദയാഘാതം മൂലം അന്തരിച്ചു. പിറ്റേ ദിവസം മടക്കുന്നതിനുദ്ദേശിച്ച അദ്ദേഹം അന്നു രാത്രി 1:30 മണിക്ക് അന്തരിച്ചു. ഭാരതീയ സംസ്കാരത്തിന്റെ കറകളഞ്ഞ ഒരു ദൃഷ്ടാന്തമായി ചിത്രത്തിൽ സ്ഥാനം പിടിച്ച ഈ മഹാനുഭാവൻ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2-ാം തീയതിയാണ് പിറന്നത്. 1904 ഒക്ടോബർ 2-ാം തീയതി അച്ഛൻ ശാരദാ പ്രസാദ്, അമ്മ രാംദുലാരി ദേവി. ലാൽ ബഹദൂറിന് 1.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നീട് 10 വയസ്സാകും വരെ അമ്മയുടെ അച്ഛനായ ഹസാരിലാലിന്റെ വീട്ടിലാണ് താമസിച്ചത്. അതിനുശേഷം അമ്മാവന്റെ കൂടെ താമസിച്ച് കാശിയിൽ ചലച്ചിത്ര വിദ്യാലയത്തിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടി. പഠിക്കാൻ അത്രയ്ക്കൊന്നും മിടുക്കനായിരുന്നില്ലെങ്കിലും സ്വഭാവ വീഴ്ചയും കൊണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി അധ്യാപകരുടെ ഇഷ്ടത്തിന് പാത്രമായി. എല്ലാം അറിയാൻ
ആ കുട്ടിക്ക് മോഹമുണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയ പുസ്തകങ്ങളെല്ലാം വായിക്കുക ഒരു പതിവായി മാറ്റി. 1921 ലാൽ ബഹദൂറിന് 16 വയസ്സ് കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നിസ്സഹരണ പ്രസ്ഥാനത്തിലൂടെ ശക്തിയാർജിക്കുന്ന കാലം. ഇതിനിടയിൽ ആ ബാലൻ ഗാന്ധിജിയെയും ബാൽ ഗംഗാധർ തിലകിനെയും നേരിട്ട് കണ്ട് പരിചയപ്പെട്ടിരുന്നു. അവരുടെ മറ്റു നേതാക്കളുടെ പ്രസംഗങ്ങൾ കേട്ട് അവന്റെ സ്വരാജ്യാഭിമാനം എഴുന്നേറ്റു. സ്വരാജ്യാഭിമാനം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ അവൻ തീരുമാനിച്ചു. സമർപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ നിസ്സഹരണ പ്രസ്ഥാനത്തിൽ ചേർന്ന് അറസ്റ്റ് വരിച്ചു. ഓക്കെ, മതി. നമ്മള് ക്ലാസ്സിന്റെ ടൈം കഴിയാറായേ. അപ്പൊ രണ്ടാമത്തെ പാഠം എല്ലാവർക്കും കംപ്ലീറ്റ് ആയല്ലോ. ആഷിക്ക് കംപ്ലീറ്റ് ആണോ? ആഷിക്കിന് കംപ്ലീറ്റ് ആണോ? ബാക്കി എല്ലാവർക്കും അതെ. ദിയ ആൻമരിയൊക്കെ അതെ അല്ലേ? ആൻമരിയ ദിയക്കായിട്ടില്ല? ക്വസ്റ്റ്യൻസ് കിട്ടിയില്ല? ആർക്കാ ക്വസ്റ്റ്യൻസ്? ദിയക്കാ? എനിക്ക് മിസ് ഷോണിന് കിട്ടിയില്ലേ? രണ്ടാമത്തെ പാഠത്തിന്റെ ആൻമരിയ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കും മോളെ. ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്കും ആർക്കൊക്കെ ഇല്ലാതെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ. ഓക്കെ, ദിയക്കും ഷോണിനും. ആഷിക്ക് കംപ്ലീറ്റ് അല്ലേ കേട്ടോ? ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ആവട്ടെ. എന്റെ നെക്സ്റ്റ് പാഠത്തിന്റെ രണ്ടാമത്തെ പാഠത്തിന്റെ ഒരു എക്സാം ഇടണ്ടേ നമുക്ക്? ആദ്യത്തെ തന്നെ എഴുതാത്തവരുണ്ട്. അതിപ്പോ നോട്ട് കംപ്ലീറ്റ് ആവണ്ടേ? ആൻമരി ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ മോളെ രണ്ടുപേർക്കും. ഓക്കെ, അപ്പൊ ബൈ. ഓക്കെ, ബൈ. എല്ലാരും പോയി ചോറ് കഴിക്കും കേട്ടോ. അടുത്ത വരുന്നുണ്ട് മിസ് ഇപ്പം. ഓ, ഇതിനോട് ബന്ധം ഇപ്പൊ ഉണ്ടോ? നിങ്ങള് എപ്പ ലഞ്ച് കഴിക്കുക? അടുത്ത പീരീഡ് കഴിഞ്ഞ് കഴിക്കും. പിന്നെ ക്ലാസ് ഇല്ലല്ലോ. കഴിച്ചാൽ മതി. ആയിക്കോട്ടെ, ബൈ.